ചെറിയ കായ് കളിച്ചോട്ടെ വെറും 55,000 കളിച്ചോ വേണം എനിക്ക് ഇതാ കൊടുക്കും മയത്ത് മഴ കൊള്ളാതെ പോകാം ഏസിട്ട് പോകാം 16,000 12 VXI 20,000 നല്ല അടിപൊളി അൾട്ടോ കേട്ട 12 മോളാണ് VXI ഓപ്ഷൻ ഫുൾ ഓപ്ഷൻ വണ്ടി കൊടുക്കുന്നത് 185 ചോദിക്കണം 1,85,000 ചോദിച്ചാൽ കുറച്ച് കൊടുക്കുമോ? കുറച്ച് കൊടുക്കാം. ലോൺ കയറും ലോണും ചെയ്തോ നമുക്ക് 37,000 കേട്ടോ വെറും 37. എത്ര ഉള്ളു? ഡ്രൈവിംഗ് പഠിക്കുന്നവർക്കൊക്കെ പറ്റും. നല്ല തുരുമ്പിൽ ഫാമിലിക്ക് പറ്റും, ഡ്രൈവിംഗ് പഠിക്കുന്നവർക്ക് ചായക്കായി കൊടുക്കാം. നമുക്ക് ഏകദേശം ഫുൾ ലോണിന്റെ ഏകദേശം ട്രാക്കിലൊക്കെ ഫുൾ ലോണിൽ കൊടുക്കാം. അല്ലെങ്കിൽ ഒരു 10,000 കൊടുക്കും. 10-20 അങ്ങനെയൊക്കെ. അൾട്ടോന്റെ കായുള്ളൂ 1,500 നമുക്ക് കൊടുക്കാം. അൾട്ടോന്റെ കായ്ക്ക് മോഡൽ കൂടിയ 14-15 2005-6 റേസറിലെ പിന്നെ സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ്. നല്ല ക്വാളിറ്റി വണ്ടി, ഏറ്റവും ഫുള്ള് കേട്ടോ. 4 ഡോർ വിൻഡോ, AC, പവർ സ്റ്റാരിംഗ്. 2 രൂപ കൊടുക്കാം, 2 രൂപ ലോണും കൊടുക്കാം. 2 രൂപ ചോദിക്കുന്നുണ്ട്. 18 മോളില് 2 രൂപ ലോൺ കൊടുക്കും. നല്ല മഴയാണ്, മയത്തുന്ന വീടുകൾക്ക് 10 ചോദിക്കുന്നുണ്ട്. ചെറിയ നെഗോഷ്യബിൾ ആയിട്ട് കൊടുക്കും. ലോൺ കാര്യങ്ങള് ലോൺ നമുക്ക് ഇതിന് മാക്സിമം കൊടുക്കാം. നമ്മളങ്ങനെ ഏകദേശം ഒരു 2 ആഴ്ച ശേഷം വീണ്ടും മലപ്പുറം പാണായുള്ള മലപ്പുറം മോഡൽസിലെ വീടെത്തിക്കണ്ടേ. കണ്ടമാനം വണ്ടികൾ പുതിയ സ്റ്റോക്ക് അറിയണോ. 30,000 32,000 മുതൽ വണ്ടികൾ സ്റ്റാർട്ടിംഗ് ഉണ്ട്. അതേമാതിരി തന്നെ മാരുതി 37,000 ഉണ്ട്. ഇനിയിപ്പോ അൾട്ടോളാണ് 10,20,000 അതിന് കീപ്പട്ട കൊടുക്കാൻ നമ്മളെ കൂടുതൽ റഷീക്ക് നമ്മുടെ വീട്ടിലേക്ക് സ്വാഗതം. സുഖല്ലേ? ലൊക്കേഷൻ വന്നായിരുന്നു. ലൊക്കേഷൻ മഞ്ചേരിന്ന് മലപ്പുറം റോട്ടിന് ആനക്കാൻ സൗദിപ്പടി. മലപ്പുറം ജില്ലയിലാണ്, മലപ്പുറം മഞ്ചേരി റോട്ടിലാണ്. അതെ അതെ. ആനപ്പുറത്തുനിന്ന് വരികയാണെങ്കിലും ആനക്കാൻ സൗദിപ്പടി എന്ന് പറഞ്ഞു. ആനക്കാൻ സൗദിപ്പടി 5 കിലോമീറ്റർ മഞ്ചേരി മലപ്പുറത്ത് നിന്നൊക്കെ സെയിം ആണല്ലോ അല്ലേ? വിളിച്ചു കഴിഞ്ഞാൽ ലൊക്കേഷൻ കിട്ടും, ഗൂഗിളിൽ അടിച്ചാൽ കിട്ടും. അതെ. എത്ര മുതൽ തുടങ്ങുന്നുണ്ട്? നമ്മക്ക് തുടങ്ങാൻ പല വണ്ടികളുണ്ട്. 35,000 30,000 40,000 50,000 60,000 പല ഏത് റേഞ്ചിലും വണ്ടികൾ ഇഷ്ടം. അൾട്ടോ 55,000 രൂപ മുതലുള്ള അൾട്ടോകളുണ്ട്. പിന്നെ 95-ന്റെ ഡോർ സ്റ്റാൻഡുണ്ട്, 120-ന്റെ 160-ന്റെ ഏത് മോഡലും. ഇന്നോവ നാളെ കയറാണ്ട് 3 രൂപന്റെ താഴെ കൊടുക്കാൻ പറ്റിയ വണ്ടി. ടവേര വരാണ്ട് നാളെ, ഇറച്ചിക്ക് വരാണ്ട് നാളെ. രണ്ട് മാസം വരും. 7 സീറ്റർ ഇന്നോവളെ 3 ലക്ഷം കീപ്പട്ടുള്ളൂ. അതേമാതിരി അൾട്ടോളെ 55,000 മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട്. മാർജിൻ ഏകദേശം 30-35,000 മുതൽ സ്റ്റാർട്ടിംഗ് നല്ല തവര ഹൈക്വാളിറ്റി വണ്ടി വരാണ്ട്, ഫുൾ ഗ്യാരണ്ടി വണ്ടി, ഹൈബ്രിഡ് വരാണ്ട് നാളെ. പിന്നെ ചെറുവണ്ടികൾ കുറെ ഉണ്ട്. വിളിച്ചോട്ടെ അതുപോലെ വിളിച്ചാൽ ഏത് വണ്ടി കൊടുക്കും? ഏത് വണ്ടി ഓട്ടോമാറ്റിക്കുകളൊക്കെ എല്ലാ ഐറ്റം ഉണ്ട്. ഒക്കെ വീഡിയോ കാണാം, ഒക്കെ വീഡിയോ. അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കും. നമ്മളെ ചാനൽ കണ്ടി മറക്കാം, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഫേസ്ബുക്കിലാണ് പേജ് പോലെ മറക്കണം. അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോകാം. ഫ്രണ്ട്സ്, അപ്പൊ ഫസ്റ്റത്തെ വണ്ടി പറഞ്ഞാൽ അടിപൊളി വാഗണറാണ്. ചെറിയ മുടങ്ങി ഇറക്കാൻ പറ്റില്ലേ? കൂടുതൽ സുനീർക്ക് നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് 2014 LXi 14 LXi ആണ്. സെക്കൻഡ് ഓണർ ആയിട്ടുള്ളൂ. വെറും 94 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ആ കോടിയുണ്ട്. പിന്നെന്താ യാതൊരു അംശമില്ല. കമ്പനി ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാം. എത്ര വണ്ടി ചോദിക്കും? നമുക്ക് 2,95,000 രൂപ കുറച്ച് കൊടുക്കും. അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ചെറിയതായിട്ട് എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തു. ലോൺ കാര്യങ്ങള് ലോൺ എന്തായാലും 2.25 മാക്സിമം ലോൺ നമുക്ക് വണ്ടി കൊടുക്കും ചെയ്യാം. മൈലേജ് സീരിയസ് എഞ്ചിനാണ് വരിക. 17-18 കിലോമീറ്റർ മൈലേജ് ഉണ്ട്. റീപ്ലേസ്മെന്റ് തട്ടുമുട്ട് കാര്യങ്ങളൊന്നുമില്ല. മേജർ കാര്യങ്ങളൊന്നുമില്ല. ഗ്യാരണ്ടി പറഞ്ഞാൽ നമ്മൾ കൊടുക്കില്ല. ഇനിയിപ്പോ അതില് സംശയം. അടുത്ത വണ്ടി ചെറിയ കാഴ്ചകൾ അടിപൊളി സ്വർണ്ണ കളർ മാരുതി ഉള്ളൂ അല്ലേ? അതെ അതെ. നമ്മളെ കോളിലെ റഷീക്ക് നമ്മുടെ വീട്ടിലേക്ക് സ്വാഗതം. സുഖല്ലേ? അതാണ്. അപ്പൊ എങ്ങനെ ഇത് 2001 മോഡലാണ്. പിന്നെ AC ഒന്നും ഇല്ലാത്ത സ്റ്റാൻഡേർഡ് വണ്ടിയാണ്. കാർപ്പറേറ്റർ ആണ്. പിന്നെ 26 വരെ പേപ്പറും കാര്യമൊക്കെ ഉണ്ട്. എല്ലാവരും ക്ലിയർ ആണ്. ഒക്കെ എല്ലാ പേപ്പറും ക്ലിയർ. കിലോമീറ്റർ ചോദിക്കണ്ട. കിലോമീറ്റർ ഒക്കെ എന്താ നല്ല ബോഡി വൃത്തിയുള്ള വണ്ടിയാണ്. തുരുമ്പ് കാര്യമൊന്നുമില്ല. നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. മറ്റേ എയർലൈറ്റ് ഒക്കെ പുതിയ മാറ്റിയതാണ്. അപ്പൊ അത് നമുക്ക് ഒഴിവാക്കാം. പിന്നെ നല്ല വണ്ടി കേട്ടോ. ചൊറുക്കില്ല വണ്ടി. അത് നമുക്ക് 37,000 രൂപ കേട്ടോ. വെറും 37,000. ഡ്രൈവിംഗ് പഠിക്കുന്നവർക്കൊക്കെ പറ്റും. നല്ല തുരുമ്പിൽ ഡ്രൈവിംഗ് പഠിക്കുന്നവർക്ക് ചായക്കായി കൊടുക്കാം. എല്ലാം ചായക്കായി കൊടുക്കണം. ചെറിയ ചായക്കായി. വലിയ വ്യത്യാസമൊന്നുമില്ല. എന്തേലൊക്കെ എണ്ണൊക്കെ വേണമെങ്കിൽ നമുക്ക് അടിച്ചു കൊടുക്കാം. എണ്ണ അടിച്ചിട്ട് തരും. പൈസ പഠിച്ചാലും എണ്ണ അടിച്ചു തരും. 37,000 രൂപയ്ക്ക് ഫുൾ പേപ്പർ ക്ലിയർ ഉള്ള അടിപൊളി അടിപൊളി കാർപ്പറ്റ് 26 ലാസ്റ്റ് വരെ പേപ്പർ ഉണ്ട്. എല്ലാ പേപ്പറും ഉണ്ട്. എല്ലാ പേപ്പറും നോക്കിയാൽ മതി.
അടുത്ത വണ്ടി വോക്സ് വാഗന്റെ പോളോ എങ്ങനില്ലേ? ഇത് 2013 മോഡല് ഏറ്റവും ഫുൾ ലോഡ് വണ്ടി. ഫുൾ ഓപ്ഷൻ വണ്ടി ഫുൾ ഓൺ ഓർമ്മ കൊടുക്കണ്ട. എത്ര ഓടിക്കണ്ടല്ലേ? ഇത് 120 സംതിങ് ഓട്ടം. ഓണർഷിപ്പ് 280 റേറ്റ്. 280 ചോദിക്കുന്നുണ്ട്. ഫുൾ ഓൺ മുടക്കാതെ 2,80,000 13 മോഡല് ഫുൾ ഓപ്ഷൻ വണ്ടി ഉണ്ടോ? ഫുൾ ഓൺ കൊണ്ടോ? ഇത് ഡീസൽ അല്ലേ? ഡീസൽ എത്ര മൈലേജ് ഉണ്ട്? ഡീസൽ 20 കിലോമീറ്റർ മൈലേജ് ഉണ്ട്. എന്തായാലും മൈലേജ് റീപ്ലേസും കാര്യമൊന്നുമില്ല. ഒരു സാധനം ഗ്യാരണ്ടി ആണ്. ഹിസ്റ്ററി ഉണ്ടോ നമ്മൾ നോക്കി ചെക്ക് ചെയ്ത് നോക്കാം. മലപ്പുറം വണ്ടി കേട്ടോ. 53 വണ്ടി. വൈറ്റ് നല്ല ബോഡി ഷേപ്പിലാണ്. അടുത്ത വണ്ടി റെനോൾട്ടിന്റെ കിഡ് ഓട്ടോമാറ്റിക് RXT ഫുൾ ഓപ്ഷനാ? ഏറ്റവും ഫുള്ള്. ഇത് ഫുള്ളോട് കിലോമീറ്റർ ഇത് 34 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓട്ടോമാറ്റിക് വണ്ടി. റീപ്ലേസും കാര്യമൊന്നുമില്ല. മോഡൽ എത്ര? മോഡല് 2017 മോഡൽ. 17 4 ടയർ പുതിയ ഇട്ടാട്ടോ. 34 ഓടി ടയറൊക്കെ മാറിയുണ്ട്. ഫുള്ള് മാറി ഉഷാറാക്കി. കമ്പനി സീറ്റാറാണ്. പിന്നെ റീപ്ലേസ് ഒന്നുമില്ല. ഒരു പരിപാടി ഒന്നുമില്ല. ഏകദേശം ഫുൾ ഓൺ കൊടുക്കട്ടെ. ഇത് ഫുള്ളാണ്. ഇത് ഫുൾ ഓൺ കിഡ് ഓട്ടോമാറ്റിക് ഫുൾ ഓൺ കൊടുക്കാം. സിംഗിൾ അല്ലാതെ സെക്കൻഡ്. ഇപ്പൊ സെക്കൻഡ് ആണ് ഇല്ലേ. പിന്നെ ഹിസ്റ്ററി ഒക്കെ ഉള്ള വണ്ടിയാണ്. ആകെ കറക്റ്റ് ഓട്ടാണ്. 30 കറക്റ്റ് ഓട്ടം. ഒരു 5-6 ഓട്ടോമാറ്റിക് ആള് പറയുന്നുണ്ട്. ഏത് ഐറ്റം ആണെങ്കിലും ഉണ്ട്. ഈ വീഡിയോയില് ചിലപ്പോ 3-4 അടുത്ത വീഡിയോയില് കാണിക്കും. അപ്പൊ ഓട്ടോമാറ്റിക് വണ്ടികൾ ഇങ്ങോട്ട് വന്നാൽ ചെറിയ വണ്ടികൾ. ഇത് നമുക്ക് 260 ചോദിക്കണേ. എന്തെങ്കിലുമൊക്കെ പൊട്ടിച്ച് കൊടുക്കാം. ഫുൾ ഓണും കൊടുക്കാം. പെട്രോള് ഒരു 18 റേഞ്ചിന് മൈലേജ് ഉണ്ടാവും. എന്തായാലും കിട്ടും ഓട്ടോമാറ്റിക്. നല്ല വണ്ടി. ഗ്യാരണ്ടി വണ്ടി. ഓടിയാ മതി. വേറൊരു പണി ഉണ്ടാവും. ഗ്യാരണ്ടി. അടുത്ത വണ്ടി സെലേറിയ ഓട്ടോമാറ്റിക് ലൈറ്റ് പച്ചയാണ്. ഫാൻസി നമ്പർ. അതെ നല്ലൊരു ഗ്രേ അല്ല ബ്ലാക്ക് വല്ലാത്തൊരു പച്ചക്കാണ്. നല്ല വെറൈറ്റി കളർ. എങ്ങനെ മോഡൽ? ഇത് 2014-15 റേസർ 80,000 കിലോമീറ്റർ ഓട്ടോമാറ്റിക് സിംഗിൾ ഓണർ വണ്ടി. ഒരു 10-50,000 റുപ്യ ഉണ്ടെങ്കിൽ ബാക്കി ലോൺ ചെയ്യുവാണെങ്കിൽ നല്ല ക്വാളിറ്റി വണ്ടിയാണ്. റീപ്ലേസും കാര്യമൊന്നുമില്ല. നല്ല ഫാൻസി നമ്പർ കാര്യം 13 നമ്പർ. KL56 കോഴിക്കോട് രജിസ്ട്രേഷൻ വണ്ടി. സിംഗിൾ ഓണർ 80,000 കിലോമീറ്റർ. റീപ്ലേസും കാര്യമൊന്നുമില്ല. കറക്റ്റ് കമ്പനി സർവീസും കാര്യമൊക്കെ ഹിസ്റ്ററി ഉള്ള വണ്ടി. നമുക്ക് ഇതൊരു 3.5 ചോദിക്കാം. നമുക്ക് എന്തെങ്കിലും പൊട്ടിച്ച് കൊടുക്കും. 3 ലക്ഷം കുറച്ച് ഫുൾ ഓൺ 10-50 ഉണ്ടെങ്കിൽ നമുക്ക് ബാക്കി സാലറി ഓട്ടോമാറ്റിക് ബാക്കി ലോൺ എടുക്കും. പെട്രോൾ ഇതൊരു 16 ആ ലെവല് മൈലേജ് കിട്ടും. VXI ആട്ടോ ഇത് വണ്ടി. ഫുൾ ഓപ്ഷൻ വണ്ടി. അടുത്ത വണ്ടി നല്ല അടിപൊളി ഇഗ്നസ് ആണ്. സീറ്റർക്ക് അടിപൊളിയൊക്കെ ചെയ്ത വണ്ടി. അടിപൊളി. ഇത് 2022 ലാസ്റ്റ് വണ്ടിയാണ്. 23 കിട്ടും. പിന്നെ ആകെ 20 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. കമ്പനി ഹിസ്റ്ററി കാര്യം റീപ്ലേസ് ഒന്നുമില്ല. ഗ്യാരണ്ടി വണ്ടി. കറക്റ്റ് ഹിസ്റ്ററി കമ്പനി സർവീസില്ല വണ്ടി. ഓപ്ഷന് സിഗ്മ. AC പവർ സ്റ്റാരിങ്. എയർ ബാഗ് വരുന്നുണ്ട്. എയർ ബാഗ് 2 വരുന്നുണ്ട്. പവർ വിൻഡോ ഒക്കെ ഉണ്ട്. 2 എയർ ബാഗ് ഉണ്ട്. ടച്ച് സ്ക്രീനും കാര്യങ്ങളൊക്കെ ചെയ്ത ബാക്ക് വൈപ്പർ ഉണ്ടാവില്ല. റീപ്ലേസും കാര്യമൊന്നുമില്ല. കറക്റ്റ് കമ്പനി സർവീസ്. 20 ജില്ലാന് ആകെ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ആകെ 20 നമുക്ക് ഏകദേശം ഫുൾ ഓണിന്റെ ഏകദേശം ട്രാക്കിലൊക്കെ ഫുൾ ഓണിൽ കൊടുക്കാം. അല്ലെങ്കിൽ 10-20 അങ്ങനെയൊക്കെ മുടക്കാൻ നമുക്ക് കൊടുക്കാം. നല്ല പുതിയ വണ്ടി എടുക്കുന്നവർക്ക് നല്ല ഓഫറായിട്ട് നല്ല വണ്ടി ഉഷാറായിട്ട് കൊടുക്കാം. നല്ല പ്രൊഫൈലാണ്. ഇത് നമുക്ക് 5.35 വയ്ക്കണേ. എന്തേലൊക്കെ നമുക്ക് മാക്സിമം ഓഫർ ചെയ്ത് കൊടുക്കാം. 5,35,000 ഫുൾ ഓൺ. 2022 മോഡല് ലാസ്റ്റ് വണ്ടി. 20 റീപ്ലേസ് ഇല്ലാത്ത കമ്പനി സർവീസ് പെട്രോള് ഇതിൽ തന്നെ പോകുമ്പോ കാണിക്കും 17, 18, 16 അങ്ങനെ. 20 കമ്പനി പറയുന്നത് 25. ഒരു 17, 18 കൂട്ടിക്കോളി. അടുത്ത വണ്ടി ഇയോൺ കേട്ടോ. ചെറിയ കായ്ക്ക് ഇയോൺ. അതെ. ഇത് 2014-15 14 മോഡല് 15 റേസർ ഫുൾ ഓൺ.
ഫുൾ ആണ്. അതെ. ഇത് ഓപ്ഷൻ ഏതാ? ഓപ്ഷന് ഇത് ഇറ പ്ലസ് AC പവർ സ്റ്റാരിങ് 2 ഡോർ വിൻഡോ. വിൻഡോ തന്നെയാണ്. എത്ര ഓടിയുണ്ട്? അത് ഓട്ടം 60 ഇല്ലാന്ന് തോന്നുന്നത്. കറക്റ്റ് വേണമെങ്കിൽ നമുക്ക് ചാവിട്ട് നോക്കാം. ഓണർഷിപ്പ് സിംഗിൾ ആണോ അല്ലെങ്കിൽ സെക്കൻഡ്? സിംഗിൾ അല്ലെങ്കിൽ സെക്കൻഡ് ആണ്. റീപ്ലേസും കാര്യമൊന്നുമില്ല, ഒന്നുമില്ല. കറക്റ്റ് ഹിസ്റ്ററി ഒക്കെ ഉള്ള വണ്ടി തന്നെയാണ്. നമുക്ക് ഫുൾ ഓണിൽ കൊടുക്കാം. 1.85 ചോദിക്കുന്നത്. 1,85,000 ചോദിക്കുന്നത്. 13-14 അല്ല 14-15 രജിസ്ട്രേഷൻ. RC നോക്കണോ? അല്ല അത് പറഞ്ഞാ മതി. എന്ത് ചെയ്യല്ലേ? ഇത് കറക്റ്റ് ആയിട്ടുണ്ട്. നമ്മള് എന്താ വെച്ചാല് സമയം വേണ്ട. അതെ, ഇത് രണ്ടാമത്തെ ഓണർ കേട്ടോ. രണ്ടാമത്തെ ഓണർഷിപ്പ് ആണ്. 18 മാറിയ മാതിരിയാ കാണുന്നത്. അപ്പൊ 2 തന്നെ ചിലപ്പോ 1 തന്നെ കാരണം ക്യാൻസലേഷൻ ചെയ്തപ്പോ എല്ലാ ഡേറ്റ് കറക്റ്റ് വേണമെങ്കിൽ നമുക്ക് അടിച്ചു നോക്കാം. 1 അല്ലെങ്കിൽ 2 അതിലേറല്ല. എന്തായാലും ഫുൾ ഓൺ 1,85,000 രൂപ ചോദിക്കണേ. ഓട്ടം കുറഞ്ഞ ഓട്ടം ഉള്ളു. 60-80 ഒക്കെ കിലോമീറ്റർ ഓടിക്കൊണ്ടില്ലേ. 90 സമ്മാനം. എത്ര മൈലേജ് കിട്ടും? ഇത് 20 കിലോമീറ്റർ മൈലേജ് ഏകദേശം കിട്ടും. ധൈര്യമായിട്ട് പറഞ്ഞു. ഫുള്ളോണിന്റെ വണ്ടി ചെറിയ വണ്ടിക്കാർക്കൊക്കെ ഈ ഓണേ റീപ്ലേസ് ഇല്ലാത്ത വണ്ടിയാണ്. ഗ്യാരണ്ടി വണ്ടി. നല്ല വൃത്തിയിലാണ്. റീചാർജ് കാര്യമൊക്കെ ഉണ്ട്. അടുത്ത വണ്ടി അൾട്ടോ 800. ഇത് 2017 വണ്ടി. റീപ്ലേസും കാര്യമൊന്നുമില്ല. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. LXI ACയും പവർ സ്റ്റാരിങ് പവർ വിൻഡോ ഒക്കെ വരുന്ന വണ്ടി. നല്ല അടിപൊളി സീറ്റാറ് ടയറ് കാര്യമൊക്കെ ഉണ്ട്. എത്ര ഓടിയുണ്ട്? ഇത് 60 സംതിങ് ഓട്ടം തന്നെയാണ്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. 2.65 നമ്മൾ ചോദിക്കണത്. ഒരു 10-30 റുപ്യ ഉണ്ടെങ്കിൽ നമുക്ക് ബാക്കി ലോൺ ചെയ്ത് കൊടുക്കാം. വെറും 30,000 ഗ്യാരണ്ടി കൊടുക്കാം. റീപ്ലേസ് ഇല്ലാത്തതുണ്ട്. കാര്യമൊക്കെ ഉണ്ട്. നല്ല വണ്ടിയാട്ടോ. നല്ല വൃത്തിയിലാണ്. ഇതൊക്കെ ഇപ്പൊ മഴ ചെയ്തിട്ടില്ല വെള്ളം. ഈ മഴക്കാലം ആവുകയാണെങ്കിൽ നമുക്ക് ആ തുടച്ച് അടിപൊളിയാക്കി കൊടുക്കാം. അടുത്ത വണ്ടി നല്ല അടിപൊളി സ്വിഫ്റ്റ് VDI വണ്ടി കേട്ടോ. 2014 മോഡല്. 1.5 കിലോമീറ്റർ ഓട്ടം. സിംഗിൾ ഓണർഷിപ്പ്. റീപ്ലേസും കാര്യമൊന്നുമില്ല. മേജർ ആക്സിഡന്റ് കാര്യമൊന്നുമില്ല. സർവീസും കാര്യമൊക്കെ ഹിസ്റ്ററി ഇല്ല വണ്ടി. ഫസ്റ്റ് ഓണർ. എത്ര വണ്ടികൾ ചോദിക്കും? നമുക്കിത് 4 റുപ്യ ചോദിച്ചാൽ എന്തെങ്കിലും ചെറിയ പൊട്ടിച്ച് കൊടുക്കാം. ലോൺ നമുക്കൊരു 50,000 റുപ്യ ഉണ്ടെങ്കിൽ ബാക്കി ട്രാക്ക് ഉണ്ടെങ്കിൽ 3.5 ഒക്കെ ലോൺ കൊടുക്കാം. 50,000 VDI 14 മോഡല് ഷിഫ്റ്റ് കൊടുക്കാം. റീപ്ലേസ് കാര്യം ഒക്കെ ഉണ്ട് കേട്ടോ. എല്ലാം ഉണ്ട്. ഒന്നും നോക്കണ്ട. കൊണ്ടുപോയി ഓടി കൊടുത്താൽ 20 മൈലേജും ഡീസലിനും എന്തായാലും കിട്ടും. കേൽപ്പത്തില് മലപ്പുറം വണ്ടി. ഒറിജിനൽ മലപ്പുറം. അടുത്ത വണ്ടി നിസാന്റെ മൈക്ര. ഫുൾ ഓൺ. ഇത് 2015-16 രജിസ്ട്രേഷൻ ഉണ്ട്. അതെ. ഒറിജിനൽ കേരള വണ്ടി കേട്ടോ. റീപ്ലേസും കാര്യമൊന്നുമില്ല. നമ്മള് ഫുൾ ഓണിൽ കൊടുക്കാം. ഓടിക്കണം 1.8 സെക്കൻഡ് ഓണർ. ഗ്യാരണ്ടി അറിഞ്ഞു കൊടുക്കാം. സീറ്റാറ് കാര്യമൊക്കെ ഉണ്ട്. കമ്പനി ഹിസ്റ്ററി കാര്യം സർവീസ് ഒക്കെ എല്ലാം വണ്ടി. ഇത് നമുക്ക് 3.5 റുപ്യ ചോദിക്കണ്ടേ. എന്തേലും ചെറിയ നെഗോഷ്യബിൾ ആയിട്ട് കൊടുക്കാം. ഫുൾ ഓണും കൊടുക്കാം. ഡീസൽ 20 എന്തായാലും കിട്ടും. അടുത്ത വണ്ടി നല്ല അടിപൊളി ലിവ് ആണല്ലേ. പുതിയ മോഡല് 18 മോഡൽ ഏറ്റവും ഫുള്ളോട് 18 കേരള വണ്ടി. ഒറിജിനൽ കേരള. എത്ര ഓടിക്കുന്നത്? ഇത് 1.80 ഒക്കെ ഓട്ടുണ്ട്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാ. റീപ്ലേസ് ഉണ്ട്. മെയിൻ ക്ലാസ് ചെറിയൊരു തട്ടിൽ വണ്ടിയാണ്. മെയിൻ ക്ലാസ് ഉണ്ട്. മേജർ വലിയതൊന്നുമില്ല. ചെറിയ കൗളുവാൻ ചെറിയ തട്ട് കാര്യമൊന്നുമില്ല. ഗ്യാരണ്ടിയാണ്. നമ്മള് നമ്പർ ഇടാൻ പറ്റിയൊക്കെ നമ്പർ ഇട്ടിട്ടൊന്നും. മെയിൻ ഗ്ലാസ് കമ്പനി ഹിസ്റ്ററിയിലുണ്ട്. ചെറിയൊരു തട്ടുണ്ട്. ആ തട്ട് വരെ നമുക്ക് വേണമെങ്കിൽ ഫോട്ടോ കാണിച്ചു കൊടുക്കാം. മേജർ ഒന്നുമില്ല. പണി എടുക്കുന്നതിന്റെ മുന്നത്തെ നമുക്ക് ഏകദേശം ഫുൾ ഓണൊക്കെ കിട്ടും. VXD വണ്ടി. ഫുൾ ഓൺ കൊടുക്കാം. സിംഗിൾ ഓണർ കേട്ടോ. നല്ല ഹിസ്റ്ററി ഇല്ല. ഇത് നമുക്ക് 7 റുപ്യ ചോദിക്കണേ. എന്തായാലും 7.5 ഒക്കെ റേഞ്ചിൽ വിലല്ല വണ്ടിയാണ്. എന്തേലും പൊട്ടിച്ച് കൊടുക്കും ചെയ്യും. എന്തേലും പൊട്ടിച്ച് ലോൺ ഏകദേശം ഫുൾ ഓൺ. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം. ടയറ്റന്റെ വണ്ടിയല്ല. 5 ലക്ഷം വരെ ഗ്യാരണ്ടിയാ. ഡീസൽ 20 കിലോമീറ്റർ എങ്ങനെയാലും ഗ്യാരണ്ടി. ബാക്ക് വൈപ്പർ കാര്യമൊക്കെ വരുന്ന VXD വീടിന്റെ നെറുവിൽ വരുന്ന വണ്ടി. അതെ. അടുത്ത വണ്ടി നല്ല അടിപൊളി വണ്ടി. ഇത് 2005-6 റേസറിലെ പിന്നെ സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ്. നല്ല ക്വാളിറ്റി വണ്ടി. ഏറ്റവും ഫുള്ള് കേട്ടോ. 4 ഡോർ വിൻഡോ AC പവർ സ്റ്റാരിങ് ഒക്കെ വരും.
എല്ലാം പിന്നെ അടിപൊളി വണ്ടി. ഫുള്ളോട് വണ്ടി, നല്ല അത്യാവശ്യം നല്ല ഗ്യാരണ്ടി വണ്ടി. എത്ര പേപ്പർ? ഇത് 26 വരെ പേപ്പർ ഉണ്ട്. എല്ലാ പേപ്പറും ധൈര്യമായിട്ട് ഉറപ്പ് നമ്മൾ ചോദിക്കണേ. എന്തായാലും ചെറുതായിട്ട് പൊട്ടിച്ചു കൊടുക്കാം. ഓടിക്കണത്ര ഓട്ടം കറക്റ്റ് വേണമെങ്കിൽ നോക്കാം. ഓണർഷിപ്പ് സെക്കൻഡ്. റീപ്ലേസും കാര്യമൊന്നുമില്ല. കാര്യമൊക്കെ പക്വമാണ്. 1 ലക്ഷം രൂപ. 1 ലക്ഷം കുറച്ച് കൊടുക്കാം. സാൻഡ്രോ ഫുൾ ഓപ്ഷൻ വണ്ടി. 2010 സാൻഡ്രോ ആണെങ്കിൽ ഏത് വേണമെങ്കിലും വന്നോട്ടെ കൊടുക്കാനല്ലേ. ഈ കണ്ടമാനം വണ്ടി അടുത്ത ആഴ്ചക്കൊക്കെ ഫുള്ള് വണ്ടി കയറാനാ, ഫുള്ള് നിറഞ്ഞിക്കണപ്പോ. അടുത്ത ആഴ്ച കൊണ്ട് ഇങ്ങോട്ട് ഓഫർ ആയിക്കാം. ഏത് വണ്ടി അതെ അതെ. അടുത്ത വണ്ടി നല്ല അടിപൊളി ഗോൾഡൻ കളർ അൾട്ടോ 2009 മോഡൽ വണ്ടി. 9 LXI നല്ല വണ്ടി കേട്ടോ. നല്ല സിംഗിളോ സെക്കൻഡോ ഒക്കെ ഓണർ ആയിട്ട്. എത്ര പേപ്പർ ഉണ്ട്? ഇത് ഈ കൊല്ലം ലാസ്റ്റ് വരെ പേപ്പർ സെക്കൻഡ് ഓണർഷിപ്പ്. വല്ലാതെ ഓടിയിട്ടില്ല. നല്ല അടിപൊളി വണ്ടി കേട്ടോ. ഒന്നിന്റെ താഴത്തേക്ക് ഓടിയിട്ടുള്ളൂ. നല്ല അടിപൊളി വണ്ടിയാണ്. ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാൻ പറ്റിയ വണ്ടി. റീപ്ലേസും കാര്യമൊന്നുമില്ല. മെയിൻ ഗ്ലാസോ ഒരു ഗ്ലാസോ കാര്യോ ഡോറോ ഒന്നും മാറി. ഇത് നമുക്ക് 110 ചോദിക്കണ്ട്. ചെറിയ നെഗോഷ്യബിൾ ആയിട്ട് കൊടുക്കും. ലോണ് നമുക്ക് ഇതിന് മാക്സിമം കൊടുക്കാം. ചെറിയ പോലെ പ്രൊഫൈലിനനുസരിച്ച് നോക്കിയിട്ട് ലോൺ തന്നെ വേണമെങ്കിൽ കൊടുക്കാം. അതെ അതെ. പെട്രോള് 18-20 ഗ്യാരണ്ടി മൈലേജും കിട്ടും. അടുത്ത വണ്ടി ഫോർഡ് ഫിഗോ ആണ്. നല്ല അടിപൊളി കളർ, അടിപൊളി ഗ്രേ കളർ. ഞങ്ങളില്ലായിരുന്നു. ഇത് 2013-14 റേസറാണ് വണ്ടി. 13-14 റേസർ. അതെ. കിലോമീറ്റർ 1 സംതിങ് ഓട്ടുണ്ട്. ചെറിയൊരു ആൾട്ടോന്റെ കായുള്ളൂ. 1.5 റുപ്യക്ക് നമുക്ക് കൊടുക്കാം. ആൾട്ടോന്റെ കായ്ക്ക് ഫോർഡ് ഫിഗോ മോഡൽ കൂടിയ 14 മോഡൽ തന്നെ ഉണ്ടോ സംശയമുണ്ട്. ഗ്ലാസ് ഒക്കെ 13 കാണുന്നത്. അല്ലെങ്കിൽ 13-14 റേസർ, അല്ലെങ്കിൽ 14 മോഡൽ. ഏതായാലും നോക്കിട്ട് പറഞ്ഞു കൊടുക്കാം. മഴ കൊണ്ട് അതിന്റെ ഒക്കെ RC നോക്കണമെങ്കിൽ അവിടെയാണ്. 1.24 ഓടിക്കണേ. സിംഗിൾ അല്ലെങ്കിൽ സെക്കൻഡ് ആയിട്ടുള്ളൂ. റീപ്ലേസും കാര്യമൊന്നുമില്ല. ഗ്യാരണ്ടി നല്ല വണ്ടിയാവും. നമ്മള് 1.5 റുപ്യക്ക് 13-14 വണ്ടി 10 രൂപ മൈലേജ് ലോണ് ഇതിമേ ലോൺ കൊടുക്കും. ഒരു 1 റുപ്യക്ക് ലോൺ കൊടുക്കും. ഫിഗോ 14 ചെറിയ കായ്. അടുത്ത വണ്ടി ചെറിയ കായ്ക്ക് ഫുൾ ഓൺ ലിയോണല്ലേ? ഇത് 2018 മോഡലാണ്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. ഇത് ഇറ പ്ലസ് കിലോമീറ്റർ 50 സിംഗിൾ ഓണർ. റീപ്ലേസും കാര്യമൊന്നുമില്ല. ഗ്യാരണ്ടി ആണ്. ഇത് 2 റുപ്യ കൊടുക്കാം. 2 റുപ്യ ലോണും കൊടുക്കാം. 2 റുപ്യ ചോദിക്കുന്നത്. 18 മോഡല് 2 റുപ്യ ലോൺ കൊടുക്കും. നല്ല മഴയാണ്. മയത്തുനിന്നാണ് വീട് വെക്കുന്നുണ്ട്. ഒരേ പരിപാടി ഇതായിട്ടോണ്ട് കാണാൻ ചെയ്തോണ്ടില്ലേ? ഫുള്ള് നോക്കുന്നുണ്ട്. ഇന്ത്യയിലൊക്കെ ഉഷാറാണ്. നല്ല അടിപൊളി സീറ്റാറൊക്കെ എല്ലാം ഉഷാറല്ലേ? ഒക്കെ പക്ക വണ്ടിയാ. ഇത് എത്ര മൈലേജ്? പെട്രോൾ 20 കിലോമീറ്റർ മൈലേജ് എന്തായാലും കിട്ടും. അടുത്ത വണ്ടി നല്ല അടിപൊളി സ്വിഫ്റ്റ് ആണ്. ചെറിയ ഹൈ ക്വാളിറ്റി വണ്ടി. ഇത് 2009-10 രജിസ്ട്രേഷൻ. 25 പേപ്പറും കാര്യമൊക്കെ വരുന്നത്. VXI ആട്ടോ. പെട്രോൾ ചെറിയ മോഡല് പെട്രോൾ വണ്ടി വണ്ടികൾക്കും ഉണ്ടാവും. ഫുൾ ഗ്യാരണ്ടി ഗ്യാരണ്ടി. ഹൈ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒക്കെ ഉണ്ട്. നല്ല ഫിറ്റിംഗ്സ് കാര്യം, നല്ല സീറ്റ് കവർ, ടയറ് ഒക്കെ ഫുള്ളാ. 9 മോഡലാണ്. 9-10 രജിസ്ട്രേഷൻ. എത്ര പേപ്പർ ഉണ്ട്? 25 വരെ പേപ്പർ ഉണ്ട്. അതെ. കിലോമീറ്റർ 1,02,000 5 അങ്ങനെ എന്തോ. ഓണർഷിപ്പ് 2. റീപ്ലേസ് ഒന്നുമില്ല. ഗ്യാരണ്ടി വണ്ടി. എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നത്? 185 ചോദിക്കണം. 1,85,000 കുറച്ച് കൊടുക്കാം. ലോണും ചെയ്തോ. ഫുള്ളില്ല. ഒരു 1.25 1.5 ലോൺ കയറും. എന്തായാലും ഒരു 10-30,000 മടക്കില് 9-10 രജിസ്ട്രേഷൻ ഗ്യാരണ്ടി ക്വാളിറ്റി ഹൈ ക്വാളിറ്റി വണ്ടി. എത്ര മൈലേജ് ഉണ്ട്? പെട്രോൾ മൈലേജ് 15-16 മൈലേജ് കിട്ടും. അടുത്ത വണ്ടി നിസാൻ മൈക്രാണ്. നല്ല ചൊറുക്കുള്ള വണ്ടി. എങ്ങനെ മോഡലുണ്ട്? ചൊറുക്കന്നല്ലേ? എല്ലാം ചൊറുക്കന്നല്ലേ? എങ്ങനെ മോഡല്? ഇത് 2011 മോഡൽ. 11 മോഡലാണ്. ഓപ്ഷൻ ഏറ്റവും ബട്ടൺ സ്റ്റാർട്ടിംഗ് ബാക്ക് വൈപ്പർ ഒക്കെ വരുന്നുണ്ട്. കിലോമീറ്റർ കാര്യങ്ങൾ എങ്ങനെ? കിലോമീറ്റർ 1.30 ഓട്ടം. ഓണർഷിപ്പ് 3 ആണ്. റീപ്ലേസ് ഒന്നുമില്ല. 2 ലക്ഷം റുപ്യ വെക്കണം.
2 ലക്ഷം ചോദിക്കുന്നുണ്ട്. എന്തായാലും കൊടുക്കും. നല്ല ഓഫർ കൊടുക്കല്ലേ? ഓഫറാണ്, ഫുൾ ഓഫറാണ്. ആ ഫുൾ ഓഫറിൽ ഫുൾ ഓപ്ഷൻ വണ്ടി തരാണ്. അത് ₹2 അന്വേഷിച്ചോട്ടെ. 2011 ഫുള്ളോട് വണ്ടി ഈ വില കിട്ടൂല. ഗ്യാരണ്ടി ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാം. ഇതിപ്പോ ലോൺ കയറും? ലോൺ നമുക്കൊരു ₹1.5 കൊടുക്കാം. ലോൺ കയറും. ഒരു 50,000 ഫുൾ ലോണും കിട്ടും. പ്രൊഫൈൽ എങ്ങനെയായാലും പ്രതീക്ഷിച്ചു. 50,000 പ്രൊഫൈൽ ഡീസൽ വണ്ടി 2011 XV ബട്ടൺ സ്റ്റാർട്ടിങ് ബാക്ക് വൈപ്പർ ഒക്കെ തന്നെ 2 കളറൊക്കെ ആക്കി കളർ ചെയ്തോണ്ടില്ലേ? നല്ല വണ്ടി. ഫുൾ ലോണിൽ ഇറക്കാം, അല്ലെങ്കിൽ പ്രൊഫൈൽ ആയിട്ട് ചെറിയ മുടക്കിൽ അങ്ങനെ ഇറക്കാം. ഡീസൽ എത്ര മൈലേജ്? 20 നിറക്ക് ഗ്യാരണ്ടി മൈലേജ് കിട്ടും. അടുത്ത വണ്ടി നല്ല അടിപൊളി സ്വിഫ്റ്റ് ആണ്. പെട്രോൾ സ്വിഫ്റ്റ്. പെട്രോൾ സ്വിഫ്റ്റ് ഇത് 2014 മോഡല് 15 രജിസ്ട്രേഷൻ. 14-15 രജിസ്ട്രേഷൻ. നല്ല വണ്ടിയാണല്ലേ? സുന്ദരി വണ്ടി. എങ്ങനെ ചോദിക്കണ്ടേ? എത്ര ഓടിക്കുന്നാല്? ഇത് 87,000 കിലോമീറ്റർ. സെക്കൻഡ് ഓണർഷിപ്പ്. കറക്റ്റ് കമ്പനി സർവീസ്. കാര്യമൊന്നുമില്ല. റീപ്ലേസ് ചെയ്യാത്തോണ്ടില്ല. കാര്യങ്ങൾ അതുണ്ട്. കാര്യം 4 ഡോർ വിൻഡോ, കാര്യം AC, പവർ സ്റ്റാരിംഗ് ഒക്കെ വരുന്ന വണ്ടി. ഫുൾ ഓപ്ഷൻ വണ്ടിയാ? LXI ഓപ്ഷൻ. ഇത് ചെയ്താണ്. വിൻഡോ ചെയ്താണ്. 4 ഡോറും വിൻഡോ ഉണ്ട്. ചെയ്താണല്ലേ? നല്ല വണ്ടിയാണ്. എത്ര ആയിട്ടുണ്ട്? ഇത് കൊടുക്കാം. ലോൺ എത്ര കയറും? ₹3 എങ്ങനെയായാലും ലോൺ ലോൺ കയറും. 50,000 മുടക്കില് പെട്രോൾ സ്വിഫ്റ്റ്. 14-15 15 80,000 ഓടിയാണ്. അതാണ് 15 മൈലേജ് ഒരു 16-17 മൈലേജ് കിട്ടും. വേഗം വിളിച്ചോളി. ഇതൊക്കെ ഓഫറാ, വേഗം പോകും. അടുത്ത വണ്ടി അൾട്ടോ കേട്ടൻ. VXI ഹൈ ക്വാളിറ്റി, ഫുൾ ക്വാളിറ്റി. 70,000 കിലോമീറ്റർ 2012 മോഡൽ. 12 മോഡൽ VXI കേട്ടന് 70,000 കിലോമീറ്റർ ഓട്ടം. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. റീപ്ലേസ് കാര്യം വലിയ മേജർ ഇതൊന്നുമില്ല. ഒന്നുമില്ല. ധൈര്യമായിട്ട് പറഞ്ഞു. 1,70,000 ലോൺ. ₹20,000 12 VXI. ₹20,000 നല്ല അടിപൊളി അൾട്ടോ കേട്ടൻ. 12 മോഡലാണ്. VXI ഓപ്ഷൻ, ഫുൾ ഓപ്ഷൻ വണ്ടി കൊടുക്കാം. അതെ, ഫുൾ ഓപ്ഷൻ. 1000 cc 2 ഡോർ വിൻഡോ കാര്യമൊക്കെ ഒക്കെ വരുന്ന വണ്ടിയാണ്. എത്ര മൈലേജിന് പെട്രോൾ? മൈലേജ് 18-20 റേഞ്ചിലെ മൈലേജ് കിട്ടും. അടുത്ത വണ്ടി റെനോൾട്ടിന്റെ കിഡ് ആണ്. ഓട്ടോമാറ്റിക്. എങ്ങനെ മോഡലുണ്ട്? ഇത് 2017 മോഡലിന്. അതേമാതിരി റെഡിന്റെ മാറ്റി ഫുൾ ഓപ്ഷൻ വണ്ടി. 60,000 കിലോമീറ്റർ ഓട്ടം. 61 ഓടിയുണ്ട്. സിംഗിൾ RC. സിംഗിൾ ഓണർഷിപ്പ് ആണ്. അതെ. റീപ്ലേസും കാര്യമൊന്നുമില്ല. പറഞ്ഞു കൊടുക്കട്ടോ. എത്ര വണ്ടി നമ്മൾ ചോദിക്കും? ഇത് നമുക്ക് 260 തന്നെ ചോദിക്കണം. എന്തെങ്കിലുമൊക്കെ പൊട്ടിച്ച് കൊടുക്കാം. ലോണ് മാക്സിമം ഫുൾ ലോൺ തന്നെ. മാക്സിമം ഫുൾ ലോൺ. അടിപൊളി പെട്രോൾ ആണ്. 18 കിലോമീറ്റർ ഓട്ടോമാറ്റിക്കിലാട്ടോ. മൈലേജും കിട്ടും. 18-20 റേഞ്ചില് മൈലേജ്. 18 എങ്ങനെയാലും കിട്ടും മൈലേജ്. എന്നാലും ഓട്ടോമാറ്റിക് കിട്ടും. മോഡലാണ് വണ്ടി. 18 മോഡലാണ്. 18 മൈലേജ്. 17 മോഡൽ വണ്ടി 18 റേഞ്ചിലും മൈലേജും കിട്ടും. അങ്ങനെയാണല്ലേ? ഓട്ടോമാറ്റിക്. ഓട്ടോമാറ്റിക് പല ഉണ്ട് കേട്ടോ. വേറെ ഓട്ടോമാറ്റിക് കുറെ നാനകള് കൊറേ കണ്ടമാനം വണ്ടി നമ്മളൊക്കെ ഒന്നും ഇപ്പൊ ചെയ്യണില്ല. ഏത് വണ്ടി വേണമെങ്കിലും ഏത് വണ്ടിയുടെ ഫോട്ടോ നമ്മള് വിട്ടുകൊടുക്കും. പക്ഷെ ഇപ്പൊ ഇതിലൊരു 10 രൂപ വണ്ടിയൊക്കെ ആയിരിക്കും. 2 യാർഡിലും കൂടി ആയിട്ട് കണ്ടമാനം വണ്ടി. അടുത്ത ആഴ്ചക്കൊക്കെ ഇന്നോവ, തവേര, വലിയ 5 സീറ്റർ 8 സീറ്റർ ഒക്കെ വരാം. അതെ. ഈക്കോ, നാനോ, ഓമിനി, ഏത് വണ്ടി വേണമെങ്കിലും വിളിച്ചോട്ടെ കസ്റ്റമർ. അടുത്ത വണ്ടി വീണ്ടും ഒരു ഓട്ടോമാറ്റിക്കിന്റെ ടാറ്റന്റെ ചെസ്റ്റ് ആണ് ഇതിലെ. അതെ. എങ്ങനെ മോഡലുണ്ട്? ഇത് 2014-15 ഡീസൽ വണ്ടി. 14-15 രജിസ്ട്രേഷൻ ഡീസൽ വണ്ടി. ഫുൾ ഓൺ ആട്ടോ. ഫുൾ ഓൺ. ഉറപ്പ് കൊടുക്കണ്ട. ഡീസൽ വണ്ടി ഓട്ടോമാറ്റിക് വണ്ടിയൊക്കെ 290 ചോദിക്കും. അത്രേ ഉള്ളൂ. അതാ ഈ വലിയൊരു സടാവണ്ടി വണ്ടിയാണ്. 290 ചോദിച്ച് കുറച്ച് കൊടുക്കാം. മാക്സിമം ലോണും കൊടുക്കാം. ഇത് 1 സംതിങ് ഓട്ടുണ്ട്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. അതെ. ഹിസ്റ്ററിയും കാര്യമൊക്കെ ഉണ്ട്. റീപ്ലേസും കാര്യമൊന്നുമില്ല. ഗ്യാരണ്ടി. നല്ല വണ്ടി. നല്ല മൈലേജ് ഉണ്ടാവും. നല്ല 10-20 കിലോമീറ്റർ ഡീസലിന് മൈലേജ്. അലവില് ഇതിന്റെ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. കമ്പനി ഇല്ല. നമുക്ക് മാക്സിമം കുറച്ച് കൊടുക്കട്ടോ. 18 രൂപ മൈലേജ് കിട്ടും. വന്നോട്ടെ. ഇതിന് വന്നോട്ടെ.
അടുത്ത വണ്ടി വീണ്ടും ഒരു ഒമ്നി ചെറിയ കായ്ക്ക് എങ്ങനെ മോഡൽ ഇത് 2013-14 റേസർ സിംഗിൾ ഓണർഷിപ്പ് 57 കിലോമീറ്റർ ആകെ ഓടിയ കറക്റ്റ് കമ്പനി സർവീസിലെ നല്ല വൃത്തിയുള്ള വണ്ടി ചോർക്കുള്ള വണ്ടി ഒരു തെരുമ്പോ കാര്യമൊന്നുമില്ല നല്ല പക്ക വണ്ടി ഷോറൂം ആ കണ്ടീഷൻ അതേ കണ്ടീഷൻ കൊടുക്കാം കേൾപ്പത്തിലില്ല ഗ്രില്ലൊക്കെ ചെയ്തോണ്ടില്ല എല്ലാം ഉണ്ട് നമുക്ക് 1.80 വയ്ക്കണം 1,50,000 ചോദിച്ചാൽ കുറച്ച് കൊടുക്കാം എന്തായാലും ലോൺ മാക്സിമം ചെയ്ത് കൊടുക്കാം നമുക്ക് എത്ര കയറും ഒരു 1.25-1.5 റേഞ്ചില് ലോൺ മാക്സിമം കയറും ഒരു 10,000 മുടക്കിലിറക്കാം അതെ അതെ പെട്രോൾ എത്ര മൈലേജ് പെട്രോൾ ഒരു 15 ആ റേഞ്ചില് 16-15 മൈലേജും കിട്ടും ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം ചെറിയ സെയിൽസുകാർക്ക് പറ്റുണ്ടല്ലേ അടുത്ത വണ്ടി നാനട്ടോ നല്ല അടിപൊളി നാനുണ്ട് അടിപൊളി വൃത്തിയിലാണ് അത് മാനുവൽ ആണല്ലോ അല്ലേ ഇത് മാനുവൽ എങ്ങനെ മോഡൽ ഇത് 2014 മോഡലാണ് 14 മോഡല് ന്യൂ മോഡല് ഡാഷ്ബോർഡ് AC പവർ സ്റ്റാർ വില പവർ വിൻഡോ സെൻട്രൽ ലോക്ക് കമ്പനി സ്റ്റീരിയോ ഒക്കെ വരുന്നുണ്ട് എല്ലാം വെറും 80,000 എത്ര ഉള്ളു 14 3 വണ്ടിന്റെ ഇവിടെ കേട്ടോ നമ്മൾ 1-2 ഇതിലിട്ടുള്ളൂ ഏറെ വേണ്ടി വെച്ച് ഓലിക്ക് വന്നത് പിന്നെ 15 ഉണ്ട് 10 ഉണ്ട് പിന്നെ 11 ഉണ്ട് ഞാൻ ഏത് 5-6 ഏതാ വേണ്ടി വെച്ച് ഫോട്ടോ വിട്ടു 14 അതെ അതെ എത്ര കിലോമീറ്റർ ഇത് 60-50-65 ഏതാ എക്കച്ചൊക്കെയാണ് അതുകൊണ്ട് വിളിച്ച് കറക്റ്റ് പറഞ്ഞു കൊടുക്കാം ഓണർഷിപ്പ് ഒന്നിന് ഫസ്റ്റ് ഉണ്ട് 2 സെക്കൻഡ് ഉണ്ട് ഏതത് അങ്ങനെ എന്താ റീപ്ലേസ് ഒന്നുമില്ല ഇത് KL 11-ലില്ലേ KL 10-ലില്ലേ 14 തന്നെ ഇതേ മോഡൽ വൈറ്റ് ഉണ്ട് പിന്നെ ഇപ്പൊ അതാ KL അതെത്ര ബാക്കിലുണ്ട് ഏത് വേണേലും കാണിച്ചു ഇതിന് ലോൺ കയറും ലോൺ ഇത് നമുക്ക് ബാങ്ക് ലോൺ ഏതായാലും കിട്ടൂല ഇവിടൊക്കെ അടുത്തൊക്കെ മലപ്പുറം ജില്ലയിൽ പകുതിയൊക്കെ ചെയ്യും 14 മോളിൽ 4 വരെ നമ്മള് സീറ്റ് ലോൺ 40 ഇട്ട് കൊടുക്കാം എങ്ങനെയായാലും എന്തായാലും 20 വരെ മൈലേജ് കിട്ടും അത് എങ്ങനെയായാലും ഗ്യാരണ്ടി ചെയ്യും അടുത്ത വണ്ടി വൈറ്റ് കളർ റെഡ്സ് ആണ് ഞങ്ങളില്ലേ ഇത് 2015 മോഡല് 16 രജിസ്ട്രേഷൻ VDI 3ാമത്തെ ഓണർ 1.24 കിലോമീറ്റർ ഓടിക്കണോ അതെ റീപ്ലേസും കാര്യമൊന്നുമില്ല നല്ല വൃത്തിയുള്ള 16 കേരള വണ്ടി നമുക്ക് 3.60 കേട്ടോ 3.60-ന് 15 കേരള 50,000 ഉണ്ടെങ്കിൽ ബാക്കി ലോണും ചെയ്തു വെറും 50,000 മുടക്കാനുള്ള കയ്യിലുണ്ടോ അടിപൊളി നല്ല ഡീസലിന്റെ റെഡ്സാണ് കൊടുക്കുക എത്ര മൈലേജ് 20 മൈലേജും കിട്ടും വേറെ പണി മേജർ ഒന്നുമില്ല വേഗം പറയാം മഴയാണ് പെരുമഴ മഴ കൊണ്ട് കണ്ടാണ് ഇത് പറയുന്നത് 50,000 മുടക്കില്ല റെഡ്സ് 15 രജിസ്ട്രേഷൻ കൊടുക്കുക കേരള അടുത്ത വണ്ടി അൾട്ടോ 800 നല്ല കടിഞ്ചോപ്പ് സാധനം നല്ല അടിപൊളി സാധനം 40,000 ഓടിയിട്ടുള്ളൂ കേട്ടോ ആകെ 40,000 ഓടിയ സിംഗിൾ ഓണർ വണ്ടി 2 ലക്ഷം റുപ്യ 2 ലക്ഷം ലോണും കൊടുക്കണം ഫുൾ ഓൺ 16 പുതിയ മോഡൽ വണ്ടി കേട്ടോ 2 ലക്ഷം റുപ്യ കൊടുക്കണം 16 എയർ ബാഗ് തീ വരില്ല ഏസിയും പവർ സ്റ്റാരും പവർ 40,000 സിംഗിൾ ഓണർ റീപ്ലേസ് മേജർ ആക്സിഡന്റ് ഇവിടെ ഒരു ചെറിയ ഡിവൈഡ് ആയി ചെറിയൊരു വർക്ക് എടുത്തു അതുകൊണ്ടാണ് ഇത് 2.5 മാർക്കറ്റിലെ വണ്ടിയാണ് 2016 മോഡലാണ് എല്ലായിടത്തും അഞ്ഞത് 40,000 സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് 2 ലക്ഷം റുപ്യ നമ്മൾ എവിടെ വേണേലും ഇഞ്ചിനും കാര്യമൊക്കെ ഫുൾ ഗ്യാരണ്ടി ചെക്ക് ചെയ്ത് ഫുൾ ഓണേ ഇതേമാതിരി ഗ്രേ കളറും ഉണ്ട് ഏത് ആൾട്ടണ്ണൂർ ആണെങ്കിലും വന്നത് ഫ്രണ്ട്സ് അപ്പൊ വീടുള്ള വൈൻഡപ്പ് ചെയ്യാണ് ഈ ചെറിയ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മളെ ചാനൽ കഴിഞ്ഞ് മറക്കുക സബ്സ്ക്രൈബ് ചെയ്യുക കടന്റെ ലൊക്കേഷൻ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നമ്പറൊക്കെ സ്ക്രീനിലും ഉണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെ അടുത്തുള്ള അടിപൊളി വീഡിയോ വീട് കാണാം